ദുആ ചെയ്തിട്ട് നമുക്ക് യാത്രയാകാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒന്ന് തൗബ ചെയ്തൂടെ? ഒന്ന് തൗബ ചെയ്തൂടെ? നിങ്ങളെന്താ ഇൻഷാ അല്ലാഹ് പറയണേ? തൗബ ചെയ്തൂടെ? തൗബ എന്ന് പറഞ്ഞാൽ എന്താ? തൗബ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ തൗബ ഇങ്ങനെ പോയി 27-ാം രാവിൻ്റെ അന്ന് കുളിച്ചൊരുങ്ങി പോയിട്ട് എല്ലാം അങ്ങ് നേടാന്ന് പറഞ്ഞ് അടക്കാം. 27-ാം രാവിൻ്റെ അന്ന് ആ 80 വർഷം അല്ലെങ്കിൽ 83 വർഷക്കാല ഇബാദത്ത് ചെയ്ത കൂലി വാങ്ങാൻ വേണ്ടി ഇങ്ങനെ കവറിങ് ചാക്കുമായിട്ട് നടക്കാം നമ്മൾ, അല്ലേ? ഇവിടെ തൗബ എന്ന് പറഞ്ഞാൽ എന്താന്ന് പോലും എനിക്കും അറിയത്തില്ല, നിങ്ങൾക്കും അറിയത്തില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തർ ചെയ്ത തൗബകളുടെ ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ നമ്മളൊക്കെ എന്താ കാണിക്കണേന്ന്. നമ്മൾ തൗബ ചെയ്യുന്ന കാണുമ്പോൾ ശൈത്താൻ ഇങ്ങനെയെന്ന് ചിരിക്കുക. സാധാരണ ഒരാൾ തൗബ ചെയ്യുമ്പോൾ ശൈത്താൻ കരയൂന്ന, പക്ഷെ നമ്മുടെ തൗബ കേൾക്കുമ്പോൾ ഇവൻ കാണിക്കണ കോമഡി കണ്ടിട്ട് ഇങ്ങനെ ചിരിക്കണ പോലെ ഇബ്ലീസിന് പോലും ചിരി വരികയാണ്. തൗബ എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? ഞാനൊരു ചെറുപ്പക്കാരൻ്റെ തൗബ പറഞ്ഞുതരാം. പറഞ്ഞു തരാം. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖാദിമായി നടക്കുന്ന സഹാബിയാണ് സഅലബത്ത് ബിൻ അബ്ദുർ റഹ്മാൻ.